നമ്മുടെ മുഖസൗന്ദര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തുടുത്ത ആകർഷകമായ കവിളുകൾ. ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള രൂപത്തിന് യൗവനവും ജീവസ്സുറ്റ ഭംഗിയും നൽകുന്നതിൽ നല്ല കവിളുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഒട്ടിയ കവിളുകൾ കാരണം ഫംഗ്ഷനുകളിലോ ഗ്രൂപ്പ് ഫോട്ടോകളിലോ നിങ്ങളുടെ ആകർഷണീയത കുറവാണെന്ന് തോന്നുന്നുണ്ടോ? മറ്റുള്ളവരെപ്പോലെ നല്ല തുടുപ്പുള്ള കവിളുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫലപ്രദവുമായ പരിഹാരമാർഗ്ഗങ്ങളിതാ. നന്നായി വെള്ളം കുടിക്കുക. ഹൈഡ്രേഷൻ നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ജലാംശം. ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമെത്തുമ്പോൾ അത് ചർമ്മകോശങ്ങളെ തുടുപ്പുള്ളതാക്കി നിലനിർത്തുന്നു. ഇത് കവിളുകൾക്ക് സ്വാഭാവികമായ തിളക്കവും ഭംഗിയും നൽകാൻ സഹായിക്കും. ഫേഷ്യൽ മസാജ് കവിളുകളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും പേശികളെ ബലപ്പെടുത്താനും മസാജ് സഹായിക്കും. ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ സർക്കുലർ മോഷൻസ് മുഖത്ത് മസാജ് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഇലക്ട്രിക് മസാജ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മസാജും പേശികളെ ഉത്തേജിപ്പിക്കും. കവിളുകൾക്ക് വ്യായാമം നൽകാൻ കവിളിൽ വെള്ളം നിറച്ച ശേഷം ആ വെള്ളം ഒരു കവിളിൽ നിന്ന് മറുഭാഗത്തെ കവിളിലേക്ക് ചലിപ്പിക്കുക. ഇത് കവിളിലെ പേശികളെ ഉറപ്പിക്കും. കോളജൻ വർദ്ധിപ്പിക്കുക. കോളജനാണ് ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്തുന്നതും കവിളുകൾക്ക് തുടുപ്പ് നൽകുന്നതും. വിറ്റമിൻ സി, പ്രോട്ടീൻ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ശരീരത്തിൽ കോളജന്റെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കും. നന്നായി ഉറങ്ങുക. ക്വാളിറ്റി സ്ലീപ്പ് ശരീരത്തിനും ചർമ്മത്തിനും ആവശ്യമായ വിശ്രമം ലഭിക്കുമ്പോൾ മാത്രമേ കോശങ്ങൾക്ക് പുനരുജ്ജീവനം സാധ്യമാകൂ. ദിവസവും 7 മുതൽ 8 വരെ മണിക്കൂർ നന്നായി ഉറങ്ങുന്നത് ആരോഗ്യകരമായ ചർമ്മത്തിന് അത്യാവശ്യമാണ്. ടെൻഷൻ കുറയ്ക്കുക. റിഡ്യൂസ് സ്ട്രെസ് അമിതമായ മാനസിക പിരിമുറുക്കം. സ്ട്രെസ് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ഒട്ടിയ രൂപം നൽകുകയും ചെയ്യാം. ധ്യാനം, വ്യായാമം എന്നിവയിലൂടെ ടെൻഷൻ കുറയ്ക്കുന്നത് കവിളുകൾക്ക് സ്വാഭാവികമായ നിറവും തുടുപ്പും നൽകാൻ സഹായിക്കും. ഈ ലൈഫ് ടിപ്പുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സൗന്ദര്യ ആരോഗ്യ ടിപ്പുകൾ ലഭിക്കുന്നതിനായി ഷാൻസ് ലൈഫ് ടിപ്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.